ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. റിച്ച് വോയിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു പക്ഷേ എൻ്റെ തംബ്നെയിൽ കണ്ടിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. ഞാൻ ഒരു ഞായറാഴ്ച കിട്ടിയപ്പോൾ എനിക്കൊരു 10-25 ഓർക്കിഡ് ഉണ്ട്. അത് നോർമൽ ഓർക്കിഡ്സ് ആണ്. പക്ഷേ ഞാനിങ്ങനെ കുറച്ച് വിഷമത്തിലാണ്. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് റീപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഓർക്കിഡ് പൂ ഉണ്ടാവാത്ത വിഷമത്തിലായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. കാരണം വെച്ചാൽ കുറേ നാളായിട്ട് ഒറ്റ ഇതിലും പൂ ഉണ്ടാവില്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ചട്ടികൾ നമ്മൾ പോട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ഉച്ചകളും ഉറുമ്പുകളും നിങ്ങൾക്കിപ്പോൾ കണ്ട നിറച്ച് ഉറുമ്പ് കൂട്ടം കൂട്ടി വെക്കുന്നു. അതുപോലെ മറ്റേ ഷെല്ലില്ലാത്ത ഉച്ച ഉണ്ടല്ലോ, അതായത് നമുക്ക് തോടില്ലാത്ത ഒച്ച്, അതുപോലെ തന്നെ കുറേ തേരട്ടകൾ ഇല്ലാത്ത എല്ലാ ജീവികളും ഉണ്ട്. ഇതാണ് ആ ഒരു ഒച്ചെന്ന് ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നോർമൽ ഓർക്കിഡ്സ് ആണെങ്കിൽ പോലും പൂവിട്ട് നിന്ന് കണ്ട നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പെടുത്തിട്ട് ആദ്യം ഈ 3-4-5 ഇങ്ങനത്തെ പുഴുക്കളെ ഞാൻ കണ്ടു, സ്നെയിലിനെ, ഒച്ചിനെ ഞാൻ കണ്ടു. അപ്പം ഞാൻ ആദ്യത്തെ ടാർഗറ്റ് എനിക്ക് അവരെ ഉപ്പിട്ട് കൊല്ലാൻ. ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ പറയണം, ഇങ്ങനത്തെ പുഴുക്കൾ നിങ്ങളുടെ വീട്ടിൽ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഉപ്പ് പൊടി നമ്മൾ അതിൻ്റെ മേത്ത് ഇടുകയാണെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ ചത്തുപോകും. കണ്ട 3ാമത്തെ സാധനമാണ് ഞാൻ അങ്ങനെ കണ്ടത്. ഞാൻ ഉപ്പിട്ട് അതിനെ കൊല്ലണത്. അതിന് ശേഷം ഞാൻ എന്ത് വിചാരിച്ചു, ഇനി എല്ലാ ഓർക്കിഡ്സിനും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അതിനു മുമ്പ് എൻ്റെ ഓർക്കിഡിനെ കുറിച്ച് ഞാൻ പറയാം. എൻ്റെ ഓർക്കിഡ് നല്ല മഴയത്തും നല്ല വെയിലത്തൊക്കെ ഇരിക്കണ ഒരു ഔട്ട്ഡോർ ആയിട്ട് വളർത്തണ ഓർക്കിഡാണ് കേട്ടോ. അതുകൊണ്ട് അവർക്ക് ഏത് ക്ലൈമറ്റ് ആയാലും സൂട്ടബിൾ ആണ്. ഇതാണ് ചട്ടികൾ. ഞാൻ എല്ലാതും പുറത്തെടുത്ത് കുടഞ്ഞ് എടുത്ത ഓർക്കിഡ്സ് ആണ്. എനിക്ക് ഇത്രയും തൈകൾ എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ ഇങ്ങനെ ആണ്ടുപോയ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ശോഷിച്ച പോലെയായിരുന്നു. കറക്റ്റായിട്ടുള്ള അവർക്ക് ആരോഗ്യകരമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടാത്ത കാരണം അങ്ങനെ കുറച്ച് ശോഷിച്ചിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പം ഞാൻ എല്ലാ പാത്രങ്ങളും എല്ലാതും നന്നായി കഴുകി കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ വെള്ളത്തിലും അതുപോലെ തന്നെ ഞാൻ ഇതിൽ ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ചാൽ മഞ്ഞൾ വെള്ളമാണ് കൂടുതൽ ഉപയോഗിച്ചത്. കാരണം വെച്ചാൽ എന്തെങ്കിലും വല്ല ഫംഗസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മഞ്ഞൾ വെള്ളം ഉപകാരപ്പെടും. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇനി ഓർക്കിഡ്സ് ഒക്കെ ഇങ്ങനെ റീപ്പോർട്ട് ചെയ്യാൻ നോക്കണവരുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്യൂ. ടെക്നിക്കല്ല, ഇത് നമുക്കിങ്ങനെ ഫംഗസ് ഒക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ കാര്യം പറയുന്നത്. അങ്ങനെ ഞാൻ എല്ലാത്തിലും ജസ്റ്റ് നോർമൽ വാട്ടറൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യാണ്. ആ സമയത്ത് നല്ല വെയിലുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഒരുവിധം വെയിൽ കൊണ്ടിട്ടാണ് ഇത് ചെയ്യണത്. കുറച്ച് ബുദ്ധിമുട്ടി. ആദ്യം ഞാൻ വിചാരിച്ചു ആ 10-25 ചട്ടിയില്ലേ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഓരോന്നും അതിൻ്റെതായ രീതിയിൽ ചെയ്തു വന്നപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് തന്നെ അലങ്കോലപ്പെട്ടു. ഇതാണ് ഓർക്കിഡ് ചിപ്സ് കേട്ടോ. അതായത് നമ്മുടെ ചകിരി ഉണക്കിയ പീസ് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല തൈകളൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇതിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഓർക്കിഡ് ചിപ്സ് മേടിച്ചത്. ഞാൻ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി ചെയ്ത് മഞ്ഞൾ വെള്ളത്തിലേക്കാണ് എല്ലാ ഓർക്കിഡ്സും കുറച്ച് സമയം ഞാൻ എടുത്ത് വെച്ചത്. പിന്നെ എല്ലാതും കൂടി രണ്ടും കൂടി വീഡിയോ എടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒതുക്കി വെച്ച് ഞാൻ പുതിയ ഓർക്കിഡ് ചിപ്സും അതുപോലെ തന്നെ കുറച്ച് ബാക്കിയുള്ള കല്ലും കട്ടയൊക്കെ എല്ലാതും മഞ്ഞൾ വെള്ളത്തിലിട്ട് ഞാൻ പുതിയതാക്കി എടുത്തു. പിന്നെ കരിക്കട്ട നല്ലതാണ്, കനലിൻ്റെ കട്ട, അതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണത്. അങ്ങനെ നമ്മുടെ ഒരു സന്തോഷമാണ്. ഞാൻ ഒരു ഞായറാഴ്ച കാലത്ത് ഒരു 10 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഞാൻ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. ഭക്ഷണം വരെ കഴിച്ചത് 4 മണിക്കായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർക്കിഡ് നമ്മൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ പൂവിടുന്ന വീഡിയോ ഞാൻ എന്തായാലും അടുത്തത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുവരെ ടാറ്റ ബൈ ബൈ ഫ്രം റിച്ച് വോയിസ്.